കീം പ്രവേശന പരീക്ഷയിൽ ഫാർമസിയിൽ 1ാം റാങ്ക് നേടിയ അനഘ അനിലിന് കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ സ്വീകരണം നൽകി. പാലമുറ്റത്ത് വിജയകുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷയിൽ ഫാർമസിയിൽ 1ാം റാങ്ക് നേടിയ അനഘ അനിലിന് കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ സ്വീകരണം നൽകി. 2023 അധ്യയന വർഷം 12ാം ക്ലാസ് പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും A1 വാങ്ങിയ അനഘ അനിൽ നീറ്റ് പരീക്ഷയിലും സംസ്ഥാനത്ത് 28ാമത് റാങ്ക് കരസ്ഥമാക്കി. LKG മുതൽ 12ാം ക്ലാസ് വരെ കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ പഠിച്ച അനഘ അനിൽ സ്കൂളിൽ നിന്നും ലഭിച്ച പഠന നിർദ്ദേശങ്ങൾ തനിക്ക് റാങ്ക് ലഭിക്കാൻ സഹായകരമായി എന്ന് പറഞ്ഞു. തന്നെ പഠിപ്പിച്ച അധ്യാപകരോടും സ്കൂളിനും പ്രത്യേക നന്ദിയുണ്ടെന്നും അനഘ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ ജൂനിയേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ 8th 9th 10th പഠിക്കുന്നവർ നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിൽ വളരെ ഒരു ക്രൂഷ്യൽ പോയിന്റിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഭാവിയിൽ ആരാകണം എന്ന് ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. കൃത്യമായിട്ടൊരു എയിം ഉണ്ടായിരിക്കണം എല്ലാവർക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പാഷനും അംബിഷനും ഒക്കെ അനുസരിച്ച് ഒരു സബ്ജക്റ്റ് ഇനി 10th കഴിയുമ്പോൾ തിരഞ്ഞെടുക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. അനഘ അനിലിന്റെ നേട്ടം ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാതൃകയാക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന പല മേഖലകളിൽ, ആരോഗ്യ മേഖലയിലായാലും ശാസ്ത്ര മേഖലയിലായാലും ഒക്കെ വിവിധ രംഗങ്ങളിൽ അവർ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായി നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നമ്മുടെ സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടി പുറത്തിറങ്ങിയ, പ്ലസ് ശേഷം പുറത്തിറങ്ങിയ അനഘ ഉദ്ദേശിച്ച കാര്യം തന്നെ നേടിയെടുത്തുകൊണ്ട് 2 വർഷം അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തി. He studied here for the last 15 years. Law school, and she won the state level post rank in Keen Pharmacy and prestigious. അനഘ അനിലിന്റെ ഈ നേട്ടത്തിൽ സ്കൂൾ PTAയും അഭിമാനം കൊള്ളുന്നുവെന്ന് വിജയകുമാർ തന്റെ പ്രസംഗത്തിൽ കുട്ടികളോട് സൂചിപ്പിച്ചു. PTA അംഗം പൂക്കുഞ്ഞ് ആശംസാ പ്രസംഗം നടത്തി. ധ്വനി എസ് ബിജു സ്വാഗതവും ഹന്ന കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.